ബിലാലേ, എന്നോട് അല്ലാഹു പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ. ആലോചിക്കാതെ ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോകുന്നവർ ശിക്ഷയുണ്ട്. ആലോചിക്കണം, പഠിക്കണം എന്ന് പറയുന്ന 2 ആയത്തുകൾ ഇന്നലെ രാവിലെ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. കാരുണ്യവാൻ അല്ലാഹു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ പടച്ചതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ഈ മഴച്ചാറൽ എങ്ങനെ നടക്കുന്നു? കോടാനുകോടി ഗാലൻ വെള്ളത്തിന്റെ ജലാംശങ്ങൾ ആകാശലോകത്തൊരു ടാങ്ക് പോലുമില്ലാതെ, ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികമെന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലല്ലോ. അതിനെ സംബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ. കോടാനുകോടി ഗാലൻ വെള്ളമല്ലയോ അള്ളാഹു ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അൻസൽനാഹു ബിഖദറിൻ, ഓരോ നാട്ടിലേക്കും വേണ്ട വിധത്തിൽ അവൻ ഇറക്കി കൊടുക്കുന്നു മഴവെള്ളം. രാത്രിയാവുന്നു, പകലാവുന്നു, വെളിച്ചമുണ്ട്, സൂര്യപ്രകാശം, ചന്ദ്രന്റെ പ്രഭ, ഭൂമിയുടെ കറക്കം, രാവും പകല്, സസ്യലതാദികൾ വളരുന്നത്. എത്രയധികം 4, 5, 8 നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ? 8ാം നിലയിലേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരും? ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ. വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിന്റെ അങ്ങേ ഏറ്റവും തെല്ലത്തങ്ങറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക്, കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ, സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന അല്ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട് ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട്. യുക്തിവാദം പറയല്ല. നീ ഉണ്ടായത് നീയല്ലല്ലോ, നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല, അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ. സൃഷ്ടിച്ചത് ആര്? സൃഷ്ടാവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, വൽ അർള വദഅഹാ ലിൽഅനാം, മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാർ ചെയ്തു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനം എന്താണ് ചിന്തിക്കാത്തത്? ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ്. അങ്ങനെ അല്ല, ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെ പോലെ ഗ്രഹങ്ങൾ വേറെ വേണം. മഹാവിസ്ഫോടനത്തിന്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്തേ ഭൂമിയിലേതുപോലെ രാവും പകലും 24 മണിക്കൂർ സൈക്കിൾ, 12 മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത്, സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രഭയും, ഇതൊക്കെ യാദൃച്ഛികമാണോ? ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് നബിയേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്ത് ബിലാലെ ഇന്നലെ രാവിലാണ് അല്ലാഹുവിലേക്ക് ഇറക്കി തന്നത്. വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. വിവരമുണ്ടായി അർത്ഥമറിയുന്ന ആളുകള്, അറബി പഠിച്ചവര്, അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഈ ആയത്ത് വെറുതെ ഓതിപ്പോകുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിൽ, അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഓതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ആ രാവിലെ നിസ്കാരത്തിൽ ഹബീബ് ഓതിയത് ഈ 2 ആയത്തുകളായിരുന്നു. ആരാണ് ബുദ്ധിമാൻ? യുക്തിവാദം പറയുന്നവരാണോ? ഈ പ്രപഞ്ചമുണ്ടായത് താനേ അങ്ങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത? അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത്? അല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ്, തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവർ അല്ലാഹു, ജീവൻ നൽകുന്നത് അല്ലാഹു, അല്ലാഹു. ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം. ജീവിതവും മരണവും അവന്റെ കയ്യിൽ. അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ, ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ.
അള്ളാഹ് കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം അല്ലേ? ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചു കിടക്കുമ്പോൾ, റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോൾ ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു. എല്ലാവരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ. ഒരു പർദ്ദ ധരിച്ച സ്ത്രീ ആയിരുന്നു. സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചു. റബ്ബേ, എങ്ങനെ കാണും ആ കാഴ്ച? ട്രെയിൻ പോയപ്പോൾ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു. അങ്ങ് കടന്നു കൊടുത്തു. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണത്. മരിക്കാൻ നേരായിട്ടില്ല ഉമ്മ, നിങ്ങൾക്ക് മരിക്കാൻ നേരായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി, ഞാൻ അറിയുന്ന, വളരെ അടുത്തറിയുന്ന അബുദാബിയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ, പയ്യന്നൂർ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. മംഗലാപുരത്തേക്ക് പോവുകയാണ്. കാറിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ആ പെണ്ണ് പറയും, ഇത്രയും കാലം അബുദാബിയിലായിരുന്നു, ഗൾഫിലായിരുന്നു, ഷാർജയിലോ ദുബൈയിലോ, ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ, മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം, എൻ്റെ ഒരു ആഗ്രഹമാണ്. കുഞ്ഞിനെയും പിടിച്ചിട്ട് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു. ആ ഉമ്മ മരിച്ചു. ചെറിയ ചെറുപ്പക്കാരി പെണ്ണ്, 25 വയസ്സ് പ്രായമുള്ള. അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറും അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു കുഞ്ഞിനെ ബാക്കിയാക്കിയ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കിപ്പോൾ അറിയില്ല. അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരി മരിച്ചു. അവർക്ക് മരണമെന്ന് അള്ളാഹുവിടെ നിശ്ചയിച്ചു. മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല, ഉമ്മ മരിക്കാൻ നേരായിട്ടില്ല അല്ലേ? ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് അങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു, അപ്പുറത്തുള്ള ആൾ രക്ഷപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, വാഹനം വീണിട്ടില്ല. കണ്ടിട്ടില്ല അത്? എന്തേ? ഒരാൾക്ക് മരണമായി എന്ന് അള്ളാഹ് തീരുമാനിച്ചു, മറ്റാൾക്ക് നേരായിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഖദറാണ്. അള്ളാഹുവിൻ്റെ കുല്ലു ഷൈഇൻ ഇൻദഹു ബിഖദർ. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴുമല അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇരുന്നും കിടന്നും നടന്നും സ്രഷ്ടാവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് ബുദ്ധിമാനികളെന്ന് പരിശുദ്ധ ഖുർആൻ. സ്രഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല, ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവർ. ഒരല്പനേരത്തേക്ക് വന്നവർ നമ്മൾ, സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമുക്ക് മുമ്പൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അവരെന്ന് മണ്ണിനടിയിലാണ്. ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക്. വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും. വാടക വീട്ടിലെ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് അള്ളാഹു നമുക്ക് നൽകി. അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അള്ളാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുസ്സാണിത്. അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, ബുദ്ധിമാനികൾ. قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലല്ലോ.